ഇതുപോലെ ഓരോ വിഷയത്തിലും കാണാൻ കഴിയും. എന്നാൽ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഹദീസുകൾ സ്വീകരിക്കേണ്ടത് എന്നതിന് പകരം വിശുദ്ധ ഖുർആനെ മറികടക്കുവാൻ വേണ്ടി ഹദീസുകൾ സ്വീകരിച്ചാലോ? വിശുദ്ധ ഖുർആനെ മറികടക്കുവാൻ വേണ്ടി ഹദീസുകൾ സ്വീകരിക്കുന്ന പ്രവണതയാണ് നമുക്ക് നേരെ ഹദീസ് നിഷേധം ആരോപിക്കുന്ന ആളുകളിൽ ഉയർന്നു വന്നത്. ഞാൻ ഉദാഹരണങ്ങൾ വഴിയെ തരാം. ഈ മറികടക്കുന്ന മാർഗത്തിലൂടെ പ്രസ്ഥാനത്തിനകത്തേക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മെല്ലെ മെല്ലെ കയറ്റിക്കൊണ്ടുവന്നു. 4-5 വർഷം പണിയെടുത്തു. മെല്ലെ മെല്ലെ അകത്തിരുന്ന് സ്വകാര്യമായി ആരുമറിയാതെ മെല്ലെ മെല്ലെ പഠിപ്പിച്ച് കുറച്ചാളുകൾ ഉണ്ടാക്കി. പിന്നെ അവരെ വെച്ച് ചെറിയ ക്യാമ്പുകളും പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് അത് കാസറ്റുകളാക്കി, വീഡിയോകളാക്കി, അത് CD-കളാക്കി ആളുകൾക്ക് വിതരണം ചെയ്ത് ആളുകളിലേക്ക് മെല്ലെ മെല്ലെ ഈ ക്യാൻസർ പോലെ ഈ സംഗതി ഇങ്ങനെ പടർത്തുകയാണ്. 2006 അവസാനത്തോടുകൂടി പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ കളഞ്ഞു കുളിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന ആളുകളുടെ പുറംപൂച്ചുകളുമല്ല പുറത്തായി. അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമായി സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. ആളുകൾ അതിന്റെ വക്താക്കളായി മാറുകയാണ്. ഇത് കണ്ടില്ലെന്ന് നടിക്കുവാൻ പ്രസ്ഥാനത്തിന്റെ ആദർശം അംഗീകരിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും ഒരിക്കലും കഴിയില്ല. സംഘടനാപരമായി എന്തൊക്കെ ഭിന്നതകൾ ഉണ്ടായാലും, എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും, എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും, ആദർശപരമായി സംഘടന പിളരുന്ന സമയത്ത് നമ്മളൊക്കെ വിശ്വസിച്ചത് തൗഹീദ് പറയാൻ, സുന്നത്ത് പറയാൻ കേരളക്കരയിൽ 2 സംഘടന ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷ. എങ്ങനെയാണ്? അതുകൊണ്ടാണ് സംഘടന പിളർന്നപ്പോ അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റാതെ പരമാവധി പിളർത്തിയവരോട് വരെ നല്ല ബന്ധം സ്ഥാപിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുവാനും കുടുംബ ബന്ധങ്ങൾ പുലർത്തുവാനും ഒക്കെ ശ്രമിച്ചു പോകുന്നത്. എന്താ കാരണം? ഒരു ഭാഗത്ത് നമുക്ക് നേരെ തൗഹീദ് ഇല്ല, അല്ലെങ്കിൽ അതിൽ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്ന് ആരോപിക്കട്ടെ. പക്ഷെ നമുക്ക് വ്യതിയാനം സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ തൗഹീദിന്റെ വക്താക്കളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നമുക്ക് നേരെ ഈ വ്യതിയാനം ആരോപിക്കുന്നവരും തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കേരളക്കരയിൽ തൗഹീദ് പറയുന്ന 2 സംഘടനകൾ ശക്തമായി പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവിക്കുന്നതോ, നമുക്ക് നേരെ തൗഹീദിൽ വ്യതിയാനം ആരോപിച്ചിരിക്കുന്ന ആളുകൾ തൗഹീദിൽ നിന്ന് മെല്ലെ അകലുകയും തൗഹീദിന് വിരുദ്ധമായ ആദർശത്തിലേക്ക് അവരുടെ പ്രസ്ഥാനത്തിൽ ആളുകളെ മെല്ലെ മെല്ലെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോ കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടമാണ് അത് എന്ന് നാം മനസ്സിലാക്കിയതിനാൽ നമ്മൾ പ്രതികരിച്ചു. പൊതുവേദികളിൽ പ്രതികരിച്ചു. ലേഖനങ്ങളിലൂടെ, കാസറ്റുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, പ്രബന്ധങ്ങളിലൂടെ, പ്രബോധന രംഗത്ത് നമ്മൾ പ്രതികരിച്ചു. അത് ആദ്യം മെല്ലെ, ചെറുതായിട്ട്, സ്വകാര്യമായിട്ട്, ചെറിയ രൂപത്തിൽ, പിന്നെ വലിയ രൂപത്തിൽ തന്നെ. അങ്ങനെയാണ് 2007 ഫെബ്രുവരി മാസം 4-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നമ്മുടെ കുട്ടികൾ സംഘടിപ്പിച്ച MSMന്റെ സംസ്ഥാന സമ്മേളനം. ആ സമ്മേളനം നടക്കാതിരിക്കുവാൻ ഒരുപാട് പണിയെടുത്ത ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് വിസ്മരിക്കാം, അള്ളാഹു ഓർത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ വിഷയമല്ല. സമ്മേളനം നടന്നല്ലോ. അങ്ങനെ എതിർപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ 10,000-കണക്കിന് പ്രവർത്തകന്മാരാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആ സമ്മേളനത്തിന്റെ വേദിയിൽ വെച്ച് നമ്മുടെ മറുപക്ഷത്തുള്ള ചില സുഹൃത്തുക്കൾ പുതുതായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാദഗതികളെ, ആശയഗതികളെ, ആദർശങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഏതാനും പ്രസംഗങ്ങളുടെ ശകലങ്ങൾ ഞങ്ങൾ കടപ്പുറത്ത് സ്ഥാപിച്ച സ്ക്രീനിലൂടെ അന്ന് പ്രദർശിപ്പിച്ചു. ഏതാനും ആളുകൾ, മുഴുവനൊന്നുമില്ല, വളരെ കുറച്ച്, ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ, ഒരു സാമ്പിളിന് വേണ്ടിയിട്ട്. അത് കണ്ട നമ്മുടെ പ്രവർത്തകന്മാരും നമ്മളെ എതിർക്കുന്ന പ്രവർത്തകന്മാരും ഒരുപോലെ നെട്ടി, അമ്പരന്ന് പോയി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിലാണോ ഈ വാദഗതികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വിഷയം. ഇത് യാഥാസ്ഥികം അവതരിപ്പിച്ചാൽ അത്ഭുതമില്ല. കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ, പ്രതിഷ്ഠ സ്ഥാപിക്കുക എന്നത് ഇസ്ലാമിലുള്ളതല്ല. പള്ളി ഉണ്ടാക്കുന്നത് പ്രതിഷ്ഠ സ്ഥാപിക്കാനല്ല. പള്ളി ഉണ്ടാക്കുന്ന പടച്ചോനെ മാത്രം ആരാധിക്കാനാ. ഇന്ന് പള്ളി ഉണ്ടാക്കുന്നത് പ്രതിഷ്ഠ സ്ഥാപിക്കുവാനാണ്. മുടി എന്ന പ്രതിഷ്ഠ അർപ്പ സ്ഥാപിക്കുന്നത് മാത്രം. അങ്ങനെ മുടിയെപ്പോലെയുള്ള പ്രതിഷ്ഠകൾ സ്ഥാപിക്കുവാൻ വേണ്ടി പള്ളി ഉണ്ടാക്കുന്ന ആളുകൾ കുറെ അന്ധവിശ്വാസങ്ങൾ ഏറെ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അത് അവരുടെ ശൈലിയാണ്, അവരുടെ സ്വഭാവമാണ്, അവരങ്ങനെയാണെന്ന് വിചാരിക്കാം. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ, തൗഹീദി പ്രബോധനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ നമുക്ക് പരിചയമില്ലാത്ത, മാത്രമല്ല നമ്മൾ എന്നോ തള്ളിക്കളഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ ആദർശമാക്കി, ആചാരമാക്കി കൊണ്ടുവരുമ്പോ അത് കാണുന്ന, അത് കേൾക്കുന്ന ആർക്കും അങ്കലാപ്പുണ്ടാക്കും, അമ്പലപ്പുണ്ടാക്കും. ഉണ്ടായി, നമ്മുടെ പ്രവർത്തകരിലും ഉണ്ടായി, അവരുടെ പ്രവർത്തകരിലും ഉണ്ടായി, പണ്ഡിതന്മാരിലും ഉണ്ടായി, പ്രത്യേകിച്ച് സ്ത്രീകളിൽ വരെ ഉണ്ടായി.
ഇത് വലിയ വലിയ കോളക്കം ഉണ്ടാക്കുകയാണ്. അപ്പോ അപ്പുറത്ത് നിൽക്കുന്ന ചില സുഹൃത്തുക്കൾ പ്രചരിപ്പിച്ചു, ഇത് ഞങ്ങൾ, അഥവാ അവരുടെ ഭാഷയിൽ മടവൂരികൾ, അവര് ഒരു നാടകം കളിച്ചതാണ്, കെട്ടുകഥയാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ്, ചില പ്രസംഗത്തിന്റെ ശകലങ്ങൾ കട്ടുമുറിച്ചുണ്ടാക്കിയതാണ്, അതിന്റെ പൂർണ്ണരൂപം കേട്ടാൽ അതൊക്കെ മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് വരുത്തി തീർക്കുവാൻ കുറെ ശ്രമിക്കുക മാത്രമല്ല, കുറച്ചാളുകൾ ഞങ്ങൾ അഥവാ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയിരിക്കുന്നു എന്ന് എഴുതിവിടുകയും ചെയ്തു. ഇതിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അകത്തു നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന എതിർപ്പുകളെ അടക്കി നിർത്തുകയും നമ്മുടെ എതിർ പ്രചരണങ്ങളെ നാവടപ്പിക്കുകയുമായിരുന്നു അന്നത്തെ ലക്ഷ്യം. ആദർശപരമായി അവർ മുന്നോട്ട് വെച്ച വിഷയങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് പോയത് കൊണ്ടല്ല. ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ സ്വന്തം സ്ഥാപനങ്ങളിൽ നിന്ന് ലീവ് എടുത്തു നാട്ടിലേക്ക് ഇറങ്ങി, ജോലിയൊക്കെ ലീവ് എടുത്ത് നാട്ടിലേക്ക് ഇറങ്ങി. കുറച്ചാളുകൾ, ഏതാനും ചില ചെറുപ്പക്കാർ, ചില പണ്ഡിതന്മാർ അവർ നാട്ടിലേക്ക് ഇറങ്ങി ഓരോ പ്രദേശത്തും തമ്പടിച്ചു. അവരുടെ പ്രവർത്തകന്മാരെ പ്രത്യേകം വിളിച്ചുകൂട്ടി. ചിലയിടത്ത് വീടുകളിൽ, ചിലയിടത്ത് ഓഫീസുകളിൽ, ചിലയിടത്ത് സ്ഥാപനങ്ങളിൽ, ചിലയിടത്ത് പള്ളികളിൽ, ചിലയിടത്ത് മദ്രസകളിൽ, അങ്ങനെ പലയിടത്തായി. അതൊന്നും ലഭിക്കാത്തയിടത്ത് ഏതെങ്കിലും ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത അവിടങ്ങളിൽ അങ്ങനെ കുറെ ആളുകളെ മെല്ലെ മെല്ലെ വിളിച്ചുകൂട്ടി, ആണിനെയും പെണ്ണിനെയും വിളിച്ചുകൂട്ടി. ഈ വിഷയങ്ങൾ, അവർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ആദർശങ്ങൾ, അഥവാ മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ വലിച്ചെറിഞ്ഞിരിക്കുന്ന യാഥാസ്ഥിക വിശ്വാസങ്ങൾ, അത് പ്രസ്ഥാനത്തിന്റെ അകത്ത് അവർ വ്യാപകമായി പ്രചരിപ്പിച്ചു. അങ്ങനെ അവരുടെ കൂടെ നമുക്കറിയാം, ISMI എന്ന് പറയാൻ, അങ്ങനെ പ്രവർത്തിക്കാൻ ഇന്ന് അവരുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നവരിൽ 99% ആളുകളും ജിന്ന്, സീറ് വിഷയങ്ങളിലൂടെ അവർ പഠിപ്പിച്ച അന്ധവിശ്വാസങ്ങളുടെ വക്താക്കളായി മാറി. MSM എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരൊറ്റ കുട്ടി പോലും ബാക്കിയില്ലാതെ മുഴുവൻ ആളുകളും ഈ വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങി. KNM എന്ന പേരിൽ പ്രവർത്തിക്കുന്നവരിലും ഒരു ചെറിയ ഭാഗം അതിന്റെ വക്താക്കളായി മാറി. ഇത് ഓരോ പ്രദേശത്തിന്റെയും ചിത്രമാണ്. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അവർക്ക് വേണ്ടത്ര വേരോട്ടമില്ലാതെ പോയത്. അതിലൊരു സ്ഥലമാണ് ഈ പ്രദേശമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും നല്ലത്. ആദർശം നഷ്ടപ്പെടാതെ ജീവിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒക്കെ അപ്പുറത്തുണ്ടാകുമെങ്കിൽ നമുക്ക് അവരെ അഭിനന്ദിക്കാം. പക്ഷേ ആലോചിക്കുക, പ്രസ്ഥാനത്തിൽ അവരുടെ പ്രവർത്തകന്മാരിൽ മൊത്തം പരിശോധിച്ചാൽ 60-70% ആളുകൾ ഈ വിശ്വാസങ്ങളുടെ ആളുകളായി മാറിയപ്പോ നമ്മൾ നമ്മുടെ പ്രചരണങ്ങൾ ശക്തമാക്കി. കേരളക്കരയിൽ മുഴുക്കെ മുജാഹിദ് പ്രവർത്തകന്മാർ എവിടെയൊക്കെയുണ്ട് അവിടെയെല്ലാം നമ്മൾ തുറന്ന സദസ്സുകളിലും അടഞ്ഞ സദസ്സുകളിലും കുടുംബയോഗങ്ങളിലും സമ്മേളനങ്ങളിലും ക്യാമ്പുകളിലും എല്ലാം ഈ വിഷയം പറഞ്ഞു. എന്തിന്? ഇത് കേട്ടിട്ടെങ്കിലും കുറച്ചാളുകളെങ്കിലും ഈ അപകടത്തിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതി മാത്രം. അപ്പോഴൊക്കെ നമുക്ക് നേരെ വീണ്ടും ഇതില്ലാത്തത് പറയുകയാണ്, കളവ് പറയുകയാണ്, നാടകം കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആളുകൾ അവർ അവരുടെ വീരവാദങ്ങൾ മുടക്കി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ അടുത്ത് അവരുടെ ഉത്തരവാദപ്പെട്ട സ്വന്തം നേതാക്കന്മാർ രംഗത്ത് വരികയും അവരുടെ ഭാഷയിൽ എതിരാളികളായ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 100% സത്യമാണ് എന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്തത്. ആ കുറ്റസമ്മതം ഒരു വിഷയത്തിൽ മാത്രമൊന്നുമല്ല, ഓരോ വിഷയത്തിലും അതിന്റെ ഉദ്ഘാടനം തന്നെയാണ് അവർ തുടക്കമിട്ടത്. ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന സമ്മേളനത്തിലാണ് ഞങ്ങൾ ഔദ്യോഗികമായി ഈ വിഷയങ്ങൾ പുറത്തേക്ക് വിട്ടത്. അന്ന് അതിനെക്കുറിച്ച് നാടകമെന്ന് ആക്ഷേപിച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നു അത് നാടകമായിരുന്നില്ല, അത് സത്യമായിരുന്നു. മാത്രമല്ല, സ്വന്തം ആളുകൾ സുന്നികളെപ്പോലും കവച്ചു വെക്കുന്ന വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്ക് കടന്നു പോകുന്നു എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരാണ്. ഞാൻ അതിന്റെ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അവരുടെ സംസ്ഥാന ട്രഷറർ, ഇന്നും അവരുടെ സംസ്ഥാന ട്രഷറർ ആയിരിക്കുന്ന ഈ ജില്ലക്കാരായിരിക്കുന്ന ബഹുമാനായ പാലത്ത് അബ്ദുറഹ്മാൻ മദനി കോഴിക്കോട് കടപ്പുറത്ത് അന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന ആ വിഷയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് ഈ സ്ക്രീനിൽ ഇൻഷാ അല്ലാഹ് കാണുവാനും കേൾക്കുവാനും അവസരമുണ്ട്. ശ്രദ്ധിക്കുക. 2 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നമ്മുടെ എതിരാളികൾ സംഘടിപ്പിച്ചൊരു പരിപാടി, ഒരു നാടക രൂപത്തിൽ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ നമ്മെ ഏറ്റവും വഷളാക്കി, കളിയാക്കി, അങ്ങേയറ്റം അവതരിച്ചുകൊണ്ട് നടത്തിയൊരു പരിപാടി ഞാൻ ശ്രദ്ധിച്ചു. അന്ന് നമ്മുടെ കോഴിക്കോട് നഗരത്തിലെ ചില സുഹൃത്തുക്കളും സഹോദരന്മാർ കുടുംബത്തിലുണ്ടായ പ്രയാസങ്ങൾ ഞങ്ങളോട് പങ്കിട്ടത്, പിറ്റേ ദിവസത്തെ പത്രം 20 പത്രം നോക്കിയപ്പോൾ അല്പമൊരു വിജയത്തോടെ ആ പത്രത്തിൽ എഴുതി, 2 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നമ്മുടെ എതിരാളികൾ സംഘടിപ്പിച്ചൊരു പരിപാടി, ഒരു നാടക രൂപത്തിൽ അവസാനിപ്പിക്കുമ്പോൾ നമ്മെ ഏറ്റവും വഷളാക്കി, കളിയാക്കി, അങ്ങേയറ്റം അവതരിച്ചുകൊണ്ട് നടത്തിയൊരു പരിപാടി ഞാൻ ശ്രദ്ധിച്ചു. അന്ന് നമ്മുടെ കോഴിക്കോട് നഗരത്തിലെ ചില സുഹൃത്തുക്കളും സഹോദരന്മാർ കുടുംബത്തിലുണ്ടായ പ്രയാസങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്, പിറ്റേ ദിവസത്തെ പത്രം നോക്കിയപ്പോൾ
പക്ഷെ അത് ആ നാടകമായി അഭിനയിച്ചതും ഈ വിധത്തിൽ ഒരു നേട്ടം അവർക്ക് കൈവരിച്ചു കൊടുത്തതും നമ്മുടെ ആളുകളാണല്ലോ എന്ന് പറഞ്ഞ ഇതേ വിഷയമാണ് അവരുടെ നാടകത്തിലുണ്ടായിരുന്നത്. ആണല്ലോ എന്ന് ആ ഒരു കുടുംബം പറഞ്ഞ് അതിൽ ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞ സന്ദർഭം കടന്നു വെക്കുകയില്ല. അപ്പൊ ഇതെന്തിനാണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാനതൊക്കെ മനസ്സിലാക്കിയിരുന്നത് അതൊക്കെ ഇങ്ങനെ വെറുതെ ഒരു ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷെ സംഗതി അറിഞ്ഞു നോക്കുമ്പോൾ വളരെ അതിനേക്കാളും എത്രയോ അപ്പുറമാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ എനിക്കൊക്കെ വളരെ ഒരു പുതുമ ഇങ്ങനെ പല ആൾക്കുമില്ല. ഈ രംഗത്തെ കടന്നു വന്ന ശേഷം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ വിധത്തിൽ ഇത് പറയേണ്ടി വന്നു എന്നുള്ളത് ശരിയായ ആദർശത്തിന്റെ വിശ്വാസസാധ്യതയോടെ വിശ്വാസം സ്വീകരിച്ച് തവക്കുൽ ചെയ്ത് ജീവിക്കേണ്ടുന്ന നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ ഉള്ള ആളുകളെ നമ്മളുള്ളൂ. ലോകത്ത് തന്നെ ശരിക്കും ചിന്തിച്ചാൽ അത്രയും അത്യുന്നതമായ അത്യുദാന്തമായ ഒരു ആദർശത്തിന്റെ സന്ദേശത്തിന്റെ ആളുകളാണ് നമ്മൾ. നമ്മുടെ ഇടയിൽ നമ്മൾ തന്നെ ഈ നിലക്ക് വളരെ മോശമായ അതാസ്തികരെ പോലും അവര് പോലും അമ്പരന്ന് പോകുന്ന അന്തം വിട്ട് അമ്പരന്ന് പോകുന്ന വിധത്തിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഒക്കെ ആയി നമ്മളിപ്പോ രംഗത്ത് വന്നു. അല്ല നമ്മളുടെ ചെറിയ രൂപത്തിലാണെങ്കിലും ഉണ്ടായി എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. പാലത്ത് അബ്ദുറഹ്മാൻ മദനി സംസാരിച്ചത് നമ്മൾ ആളുകൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ മുഴുവനും സത്യമാണ് എന്നാണ്. ഞങ്ങൾ ഏതാണ്ട് 5 വർഷത്തിലധികമായി ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും കാലം അതൊക്കെ കളവാണ് എന്ന് അപ്പുറത്തുള്ള പലരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇപ്പോൾ തുറന്നു പറയുന്നു, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ്, അതിനേക്കാൾ അപകടകരമാണ് കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അന്ന് കടപ്പുറത്ത് ഞങ്ങൾ കാണിച്ച അന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയങ്ങളുടെ ചില ഭാഗങ്ങൾ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പാലത്ത് അബ്ദുറഹ്മാൻ മദനിയാണല്ലോ ഇത് കുറ്റസമ്മതം നടത്തിയത്. അദ്ദേഹം ഇരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു വേദിയിലാണ്. സ്റ്റേജിലുള്ളത് അവരുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബഷീർ സാഹിബാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ കുറ്റസമ്മതം നടത്തിയത്. വൈകിയാണെങ്കിലും അങ്ങനെയെങ്കിലും തുറന്നു പറയാൻ കാണിച്ചിരിക്കുന്ന ആ ഒരു മനസ്സിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് നാട്ടുകാരനായിരിക്കുന്ന ശംസുദ്ദീനാണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം തുടക്കത്തിൽ സംസാരിച്ചത്. ആ ശംസുദ്ദീന്റെ അന്നത്തെ ചില വാചകങ്ങൾ ഇവിടെ ഇരിക്കുന്ന സദസ്സ് എന്നോട് പൊറുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് കേൾക്കാൻ ഒക്കെ പ്രയാസമുള്ളതാണ് എങ്കിൽ പോലും ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് സ്വർഗ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നിടത്ത് സൂറത്തു റഹ്മാനിൽ തന്നെ 56-ാമത്തെ ആയത്തിൽ 2 തവണ ലം യത്മിസുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ കണ്ടോ. മനുഷ്യൻ സ്പർശിച്ചിട്ടില്ല, ജിന്നും സ്പർശിച്ചിട്ടില്ല. മനുഷ്യന് കൊടുക്കുന്ന ഇണകളെ പറ്റിയാ പറയുന്നത്. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ നിന്ന് അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ച സ്ത്രീകളെ പറ്റിയാ പറയുന്നത്. മനുഷ്യരും അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല, ജിന്നുകളും ഏർപ്പെട്ടിട്ടില്ല. എന്താ ജിന്നുകൾ ഏർപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടത്? ഒരിക്കലും ഏർപ്പെടില്ലെങ്കിൽ അത് പറയേണ്ട കാര്യമുണ്ടോ? സാധ്യതയുണ്ട്. അത് എങ്ങനെ ഏർപ്പെടും? അതാ നിങ്ങൾ അള്ളാന്റെ നാമം മറന്നുകൊണ്ട് പോയാൽ നിങ്ങളെ കൂടെ വരും. ഏതെങ്കിലും നിലക്ക് സ്വർഗ സ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് വീഴ്ചയിൽ ഏർപ്പെടാനുണ്ട് എന്നല്ലേ സാധ്യത മനസ്സിലാകുന്നത്? ഏർപ്പെടൂല എന്നുള്ളതിന് മൗലവിമാർ തെളിവുണ്ടട്ടെ, പോസ്റ്ററുകാർ. അപ്പൊ ബാക്കി പറയാം. ഏർപ്പെടുന്നുള്ളതിന് സൂചന ഞാൻ ആവശ്യത്തിലേറെ തന്നു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനിയും തരാം. പക്ഷേ ഇതില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒന്ന് സ്വഹീഹ് ആയിരിക്കണം. ഏതെങ്കിലും മൗലവി സ്വന്തം ബുദ്ധിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് എഴുതി അത് പ്രമാണമാവില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു പോസ്റ്ററും വലിയ ഒലക്കമുക്കിയ എഴുത്തും മാത്രമേ ഉള്ളൂ, അല്ലാതെ തെളിവില്ല. നമ്മളിവിടെ തെളിവാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി ജിന്നുകൾ ശൈത്താനിൽ നിന്ന് ശരണം തേടാത്ത ലൈംഗിക വീഴ്ചയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ളതിന് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിന് വിരുദ്ധമായി വചനമുണ്ടെങ്കിൽ കാണട്ടെ. ഇങ്ങോട്ടാണ് നമ്മുടെ ഹദീസ് ചോദിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹദീസിൽ നമ്മൾ തന്നിരിക്കുന്നു, ഖുർആനും സുന്നത്തും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് കാണാം 18-ാമത്തെ സൂറത്തിലെ 50-ാമത്തെ ആയത്ത്, അഫ തത്തഖിദൂനഹു ദുർരിയതഹു ഔലിയ മിൻ ദൂനി, എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ, അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ? ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏർപ്പാടിൽ ശൈത്താൻ കൂടി പങ്കാളിയാകും. ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹം നടക്കുമോ? അതിപ്പോ
കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ അല്ലയോ എന്നതിലുപരി നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം നടക്കുക എന്നുള്ളത് ഖുർആനിനോ സുന്നത്തിനോ പ്രകൃതിക്കോ എതിരല്ല. അതിനെ എതിർക്കുന്ന ഒന്നും പ്രാമാണികമായി കടന്നു വന്നിട്ടില്ല. ഇതാണ് ഇവിടെ വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളെ പച്ചയിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ശംസുദ്ദീൻ പാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത ഒരു വിഷയം അവതരിപ്പിച്ചത്. ജിന്നുകൾ മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്തുമെന്നും അതുവഴി മനുഷ്യ സ്ത്രീകൾ ജിന്നുകളുടെ കുട്ടികളെ പ്രസവിക്കേണ്ടി വരുമെന്നും ജിന്നുകളും മനുഷ്യരും തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്നൊക്കെയുള്ള വിധത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൻ്റെ 2 ആയത്തുകൾ ഉപയോഗിച്ചു. ഒന്ന് സൂറത്തുർ റഹ്മാനിലെ ഒരായത്ത്. സൂറത്തുർ റഹ്മാനിന്റെ പ്രതിപാദന രീതി തന്നെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ്. അതിൽ ഖുർആൻ എടുത്തു പറയുന്ന സംഗതി, ഈ ഭൂമിയിൽ നല്ലവരായി ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് പരലോകത്ത് പരിശുദ്ധരായ ഇണകളുണ്ടാകും. അവരെ ഭൂമിയിൽ വെച്ച് മറ്റൊരു മനുഷ്യനും സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല, അത്ര പരിശുദ്ധരാണ്. എന്ന പോലെ നല്ലവരായ ജിന്നുകൾക്ക് പരലോകത്ത് സ്വർഗത്തിൽ ജിന്നുകളായ ഇണകളുണ്ടാകും. അവരെ ദുനിയാവിൽ വെച്ച് ഒരു ജിന്നും സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത വിധം പരിശുദ്ധരാണ്. ഇത് രണ്ടും രണ്ടായി പറയുന്നതിന് പകരം ഒരു ആയത്തിലൂടെ ആ വിഷയം ഒരുമിച്ച് പറഞ്ഞു. ലം യത്മിസുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, ഇതാണ് ആയത്ത്. ഈ ആയത്തിനെ ഒരുമിച്ച് കണ്ട് ജിന്ന് പരലോകത്ത് മനുഷ്യർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ഇണകളെ ദുനിയാവിൽ വെച്ച് ജിന്നും മനുഷ്യനും സ്പർശിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നും, അതിനാൽ മറ്റുള്ള സ്ത്രീകളെയൊക്കെ ദുനിയാവിൽ വെച്ച് ജിന്നുകൾക്ക് സ്പർശിക്കുവാനും ബന്ധത്തിൽ ഏർപ്പെടുവാനും കഴിയുമെന്നുമുള്ള പുതിയ ഗവേഷണത്തിലേക്കാണ് പോയത്. ഇതെന്താ? ആശയ സാദൃശ്യമുള്ള ഒരു ആയത്തിനെ സ്വന്തം കയ്യിലെടുത്ത് വ്യാഖ്യാനിച്ചതാണ്. ഖുർആൻ പറഞ്ഞു, മിൻഹു ആയാത്തുൻ മുഹ്കമാത് കുന്ന ഉമ്മുൽ കിതാബ് വഉഖറ മുതശാബിഹാത് ഫഅമ്മൽ ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅബീലി. ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, ഖുർആനിൽ ആർക്കും മനസ്സിലാകുന്ന വിധം സുവ്യക്തമായ തെളിവുകളുമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആയത്തുകളുണ്ട്, ആർക്കും മനസ്സിലാവുന്ന. എന്നാൽ ചില ആയത്തുകൾ ആശയ സാദൃശ്യമുള്ളതുമുണ്ട്. എന്നുള്ള പറയുന്നു, ഫഅമ്മൽ ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, മനസ്സിൽ വക്രതയുള്ള ആളുകൾ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅബീലി, അവരെന്ത് ചെയ്യും? ആശയ സാദൃശ്യമുള്ള ആയത്തുകളെ പിന്തുടരും, അതിന്റെ പിന്നാലെ പോകും. എന്തിന്? ഫിത്ന ആഗ്രഹിച്ചുകൊണ്ട്, സ്വന്തമായ വ്യാഖ്യാനങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട്. എന്താ ഫിത്ന? ഏകദൈവ ആരാധനയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഘട്ടം ഘട്ടമായി മെല്ലെ മെല്ലെ ഷിർക്കിലേക്ക് കൊണ്ടുപോകുക. അത് ഏറ്റവും വലിയ ഫിത്ന. അതിനേക്കാൾ വലിയ ഫിത്നല്ല ലോകത്തൊരു മനുഷ്യനെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഫിത്ന അതാണ്. പിന്നെ ദുർവ്യാഖ്യാനമോ? സ്വന്തം താല്പര്യപ്രകാരം വ്യാഖ്യാനിക്കുക. ആയത്ത് ഒറ്റനോട്ടത്തിൽ കേട്ടാൽ രണ്ടും ശരിയാണെന്ന് തോന്നാവുന്ന വിധം ആശയ സാദൃശ്യമുള്ളതാണ്. പക്ഷെ അത് കയ്യിലെടുത്തിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായി വ്യാഖ്യാനിക്കുക, എന്നിട്ട് ആളുകളെ ഇതിലേക്ക്, ഈ വഴികളിലേക്ക് നയിക്കുക. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് അവസാനിക്കും ഖുർആൻ പറഞ്ഞു, ഒരു പ്രാർത്ഥന മനസ്സിലിരിക്കട്ടെ, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുനിക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. തമ്പുരാനെ, ഹിദായത്തിലെത്തിയ ശേഷം പിന്നെ ഈ മനസ്സിൽ വക്രതയുണ്ടാക്കി ലലാലത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവരുതേ. ഖുർആൻ പഠിക്കുമ്പോ തെറ്റാതിരിക്കുവാൻ വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥനയാണത്, കേവലം സ്വതന്ത്രമായ ഒരു പ്രാർത്ഥനയല്ല. അതാ ഖുർആൻ പറഞ്ഞത്. ഇവിടെ സംഭവിച്ചതോ അതേ സംഭവം നടന്നത്. ഒരായത്ത് അങ്ങനെ. രണ്ടാമത്തെ ആയത്ത് ഏതാ? സൂറത്തുൽ കഹ്ഫിലെ 50-ാമത്തെ ആയത്ത്, അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാ മിൻ ദൂനി. നിങ്ങൾ അല്ലാഹുവിന് പുറമെ പിശാചിനെയും അവന്റെ മക്കളെയും ഔലിയാക്കന്മാരായി സ്വീകരിക്കുകയാണോ എന്നുള്ള ചോദിക്കുകയാണ്. 2 കാര്യം അല്ലാഹു പറഞ്ഞത്. ഒന്ന്, പിശാചിന് മറ്റു ജീവികളെ പോലെ തന്നെ മക്കളുണ്ടാകും, പിശാചിന് മക്കളുണ്ടാകും. മറ്റൊന്ന്, പിശാചിനെയും മക്കളെയും നിങ്ങൾ അല്ലാഹുവിന് പുറമെ ഔലിയാക്കന്മാരായി സ്വീകരിക്കരുത്. മൂന്നാമത്തെ ഒരു കാര്യം അവിടെ പറഞ്ഞില്ല. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു? പിശാചിനെയും മക്കളെയും നിങ്ങൾ ഔലിയാക്കന്മാരായി സ്വീകരിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞതിന്, അപ്പോൾ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. ഇതെങ്ങനെ കിട്ടി? എന്തു ഗവേഷണമാണത്? എന്തു വ്യാഖ്യാനമാണത്? എവിടെ നിന്ന് വന്നതാണത്? ഇത് പറയുക മാത്രമല്ല, അവസാനം അയാൾക്ക് തന്നെ സംശയം. ഞാനിത് പറയുമ്പോൾ ജിന്നുകൾക്ക്
ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകുമെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും മനുഷ്യരുടെ മക്കൾ തന്നെയാണോ ജിന്നുകളുടെ മക്കൾ തന്നെയാണോ സംശയം ഉണ്ടാകും. എത്രത്തോളം ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളെക്കുറിച്ച് വരെ സംശയമുണ്ടാവാം. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയാം, അദ്ദേഹത്തിന്റെ പിതാവ് ജിന്നാണോ അല്ലയോ ഉറപ്പില്ല, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം പിതാവ് മനുഷ്യനാണോ ജിന്നാണോ എന്ന് സംശയിക്കുമാർ അന്ധത ബാധിച്ചു. ഇതിനേക്കാൾ വലിയ അപകടം വേറുണ്ടോ, ഒരു അക്രമം വേറുണ്ടോ? ഇത് ഖുർആനെ പച്ചയിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖുർആനെ കുറിച്ച് ഇല്ലാത്തത് കെട്ടിച്ചമച്ചുണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ്. പിന്നെ അവസാനം ഒരു സ്റ്റേറ്റ്മെന്റ്, ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഖുർആനും ഹദീസും അതുപോലെ പ്രകൃതിയും എതിരല്ല. പഴമക്കാർ പറയാറുണ്ട്, അഞ്ജനം എന്നത് ഞാൻ അറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. അഞ്ജനും അറിയില്ല, മഞ്ഞളും അറിയില്ല, വെളുപ്പും അറിയില്ല. മനസ്സിലായല്ലോ? ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല, പ്രകൃതി അറിയില്ല. അള്ളാഹ് ഒരു സൂറത്തിന്റെ തുടക്കത്തിന് പറഞ്ഞെന്താ, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ ഒരു ആത്മാവിൽ നിന്ന് പടക്കപ്പെട്ടവരാണ്, ആ ആത്മാവിൽ നിന്ന് അതിന്റെ ഇണയെയും പടച്ചു, അവർ രണ്ടുപേരിൽ നിന്നുമായി ലോകത്ത് ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആദമിന്റെയും ഹവ്വയുടെയും അഥവാ ആദിമ മനുഷ്യരുടെ മക്കളാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തെയെങ്കിലും ഒരു ടീമിനെയെങ്കിലും മറ്റൊരു വർഗത്തിന്റെ മക്കളാണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല, ഖുർആൻ പറഞ്ഞിട്ടില്ല. തീർന്നില്ല. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. നിങ്ങൾക്കുള്ള ഇണകളെ അള്ളാഹു നൽകുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. അള്ളാഹു നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചത് നിങ്ങളിൽ തന്നെയാണ്, പുറത്ത് മറ്റൊരു ടീമിൽ നിന്നല്ല, മറ്റൊരു വർഗത്തല്ല, മറ്റൊരു ജീവിയിൽ നിന്നല്ല. നിങ്ങൾക്കുള്ള ഇണകൾ നിങ്ങളിൽ നിന്ന്. എന്തിന്? ലിതസ്കുനു ഇലൈഹ. ലഭിക്കുന്ന ഇണയിലൂടെ സമാധാനപരമായ, സന്തുഷ്ടമായ, സുന്ദരമായ, മനോഹരമായ, ആഹ്ലാദകരമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ. മനുഷ്യർക്ക് ജിന്നുകളെയാണ് ഇളകളായി നൽകിയതെങ്കിലോ, ഏതാനും മനുഷ്യർക്കെങ്കിലും അങ്ങനെയാണെങ്കിലോ ആ ജീവിതത്തിൽ എന്ത് സമാധാനം ഉണ്ടാവും? തമാശക്ക് പറഞ്ഞു നോക്കിയാൽ പുതിയ പെണ്ണ തേടിപ്പോയത് ആളെ കാണാനില്ല. കാരണം ജിന്നാണ്, കാണാൻ പറ്റില്ലല്ലോ, നമുക്ക് അവനെ കാണാൻ കഴിയില്ല. തേടിച്ചെന്നൊരു കുടുങ്ങാന്നല്ലാതെ ഒരു നിർവാഹമില്ല. പെണ്ണിനെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ ആളെ കാണുന്നില്ല, ജിന്നാണ്. ചെന്നൊരു കുടുങ്ങല്ലാതെ വേറെ നിർവാഹമില്ല. ഇനി എങ്ങനെയൊക്കെ തട്ടിമുട്ടി നാട്ടിലെത്തി, ഇവിടെ വീട്ടിലെത്തി, അറയിലെത്തി. പെണ്ണിങ്ങനെ വന്ന് നോക്കുമ്പോൾ എവിടെ ആള്? തപ്പി നോക്കണോ? എന്നാ കാണുമോ? തപ്പിയോ കിട്ടുമോ? അപ്പോ തമാശക്കെങ്കിലും ആലോചിക്കുക. ഒരല്പം ആലോചനാശേഷി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത്ര വലിയ വിഡ്ഢിത്തങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരിൽ എഴുന്നള്ളിക്കുവാൻ ഒരാൾക്ക് കഴിയില്ല. പക്ഷെ ഇവരെന്ത് ചെയ്തു? ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യം, യുക്തി ഇസ്ലാമിനെതിരാണ്, യുക്തി പാടില്ല. യുക്തി ഉപയോഗിച്ച് എന്ത് നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാലും യുക്തിവാദികളാകും. ഇസ്ലാം യുക്തിക്കെതിരാണ്. ആര് പറഞ്ഞു? യുക്തിയും ഭക്തിയും ഒരുപോലെ സമർത്ഥിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഒരു സ്ഥലത്തും രണ്ട് സ്ഥലത്തൊന്നല്ല, ദശക്കണക്കിന് സ്ഥലങ്ങളിൽ ലഅല്ലക്കും തഅഖിലൂൻ ലഅല്ലക്കും തത്തഖൂൻ. ഖുർആൻ ഒരുപോലെ പറഞ്ഞതാ. നിങ്ങൾക്ക് ദുനിയാവിൽ ചൂഷണം ചെയ്യപ്പെടാതെ ജീവിക്കണമെങ്കിൽ യുക്തിഭദ്രമായ ജീവിതം ഉണ്ടാവണം. പരലോകത്ത് രക്ഷപ്പെടാനോ ഭക്തി നിർഭരമായ ജീവിതം ഉണ്ടാവണം. രണ്ടും ഒരുമിച്ചാ പറഞ്ഞത്. ആ യുക്തിയെയും ഭക്തിയെയും മാറ്റിവെക്കാൻ കഴിയില്ല. അതിൽ ഒന്നിനെ മാറ്റിവെക്കാൻ കഴിയില്ല, രണ്ടിനെ മാറ്റിവെക്കാൻ കഴിയില്ല. ഭക്തി മാത്രമായി ജീവിക്കാൻ കഴിയില്ല, യുക്തി മാത്രമായി ജീവിക്കാൻ പറ്റില്ല. രണ്ടാണെങ്കിൽ അപകടമാണ്. അപ്പോ രണ്ടും വേണം. രണ്ടും നിലനിർത്തി പോകാനാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് യുക്തിയും ഭക്തിയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു മുഅ്മിനിനെ, ഒരു മുസ്ലിമിനെ ആർക്കും എവിടെയും പറ്റിക്കാൻ പറ്റില്ല. എവിടെയും പറ്റിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ മുടിക്കാർ വന്നല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണ്, അതിനിങ്ങനെ ഉണ്ട്, അങ്ങനെ ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര സുരക്ഷയാണ്, സംരക്ഷണമാണ്. ഒരു മുടി കയ്യിലുണ്ടായാൽ പിന്നെ ആപത്തുണ്ടാവില്ല. ബുദ്ധിയുള്ള മനുഷ്യൻ ചോദിക്കും, ആ മുടി മുഴുവനും തലയിലുള്ള പ്രവാചകനാണല്ലോ ഉഹുദ് യുദ്ധത്തിൽ ശത്രുക്കൾ ആക്രമിച്ചത്, അക്രമമേറ്റു. ആ പ്രവാചകനാണല്ലോ കഴുത്തിൽ കൊടമാർ ചാർത്തിയത്, പ്രവാചകനെ ഏറ്റു. ആ പ്രവാചകന്റെ തലയിലേക്കാണല്ലോ അടിക്കാട്ട് വാരിയിട്ടത്, പ്രവാചകനെ ഏറ്റു. ആ പ്രവാചകനാണല്ലോ രോഗമുണ്ടായത്, മരണമുണ്ടായത്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായത്. എവിടെ? ഒരു മുടിയൊന്നല്ല, മൊത്തം നില നിറച്ച മുടി ഉണ്ടായിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോ ഇത് ലേശം ചെറിയ ബുദ്ധി മതി. അത് ഉപയോഗിക്കുന്നിടത്ത് അതൊന്നും വേവില്ല, ഉപയോഗിക്കാത്തിടത്ത് എല്ലാം വേവും. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ ഇപ്പോ ഈ മുടിയൊക്കെ എന്താ കൊണ്ടുനടക്കുന്നത്? അത് ബർക്കത്തിന് വേണ്ടിയിട്ടാണ്. ബർക്കത്ത്, അത് ഇട്ട വെള്ളം കുടിച്ചാൽ ഭയങ്കര ബർക്കത്താണ്. അതുവഴി ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നൊക്കെയാണ്.
പക്ഷെ നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ മയ്യത്ത് കുളിപ്പിച്ചല്ല അവിടെ സ്വഹാബികൾ. മയ്യത്ത് കുളിപ്പിച്ചു, ഉടലോടെ മൊത്തം കഴുകി, എന്നിട്ട് ആ വെള്ളം ആരെങ്കിലും എടുത്തുവെച്ചോ? യാഥാസ്ഥിക വിഭാഗത്തിന്റെ വാദപ്രകാരം പ്രവാചകരുടെ മലവും മൂത്രവും വരെ നജസല്ല എന്നാണ്. എന്നാ പിന്നെ മയ്യത്ത് കുളിപ്പിച്ച വെള്ളത്തിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല അവരുടെ വാദപ്രകാരം. എന്നാൽ ആ വെള്ളം കുളിപ്പിച്ച ആയിഷ ബീവിയോ അലി റളിയല്ലാഹുവിനോ അല്ലെങ്കിൽ മറ്റു സ്വഹാബികളോ എടുത്തു വെച്ചോ? അത് കുടിച്ചോ? അതുകൊണ്ട് കുളിച്ചോ? ഉണ്ടായില്ല. അത്രയൊക്കെ ആലോചിച്ചാൽ മതി, അത്രയൊക്കെ മതി. കുറച്ച് ചിന്തിച്ചാൽ ഇങ്ങനത്തെ അപകടത്തൊക്കെ രക്ഷപ്പെടും. പക്ഷേ അവരെ നമുക്ക് ആ വഴിയെ വിടാം, ഇവരെ വിടാൻ പറ്റുമോ? മനുഷ്യന്റെ യുക്തിബോധത്തെ പൂർണ്ണമായി നിരാകരിച്ച് അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അന്ധവിശ്വാസങ്ങളിലേക്ക് കടന്നാലോ നമ്മള് ഇതെങ്ങനെ ഒരു വാതിൽ തുറന്നു നിർത്താൻ മതി, ആൾക്കാർ പോയിക്കോളും. പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളൂ. ഷെയ്ത്താന്റെ പണിയെക്കുറിച്ച് പണ്ടേ പറയാറുണ്ട്. ഷെയ്ത്താന്റെ ചെറിയൊരു പണി, ഒരു ഇത്തിരി ശർക്കരന്റെ പൊട്ട അവിടെ, അത്രേ, ആ അവിടെ കൊളുപാറൊന്നുമില്ല, അത്രേ ഉള്ളൂ. അതിന്റെ പുറത്ത് ഈച്ച പൊതിഞ്ഞു, ഈച്ചനെ തിന്നാൻ വേറൊരു പല്ലിന്റെ പിന്നാലെ ഒരു പൂച്ച, പൂച്ചന്റെ പിന്നാലെ അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് വന്ന് ആകെ പ്രശ്നമായി. ഈ തന്നെയാണ് അവസ്ഥ. പിശാച് അങ്ങനെ ചെറിയ പണി ചെയ്തോക്കുള്ളൂ. ഇവിടെ ഈ ശിർക്കിലേക്ക്, ഖുറാഫാത്തിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാനുള്ള ചെറിയ വാതിൽ തുറന്നു വെച്ചെടുത്താൽ മതി, ബാക്കിയുള്ള ചെയ്തോളൂ. ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടുമെന്നും ജിന്ന് ബാധയുണ്ടാകുമെന്നും ജിന്ന് മൂലം രോഗമുണ്ടാകുമെന്നും ഒക്കെ പ്രചരിപ്പിച്ചു. അത്ര പറഞ്ഞാൽ മതി. ചികിത്സക്ക് റുഖയ്യ ശറയ്യ എന്നുള്ള പരിപാടി ഉണ്ടെന്ന് പറഞ്ഞെടുത്തു, അത് മതി. ബാക്കി ആൾക്കാർ നോക്കിക്കോളൂ. എന്തായി? നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ പുളിക്കൽ പ്രദേശം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമാണ്, പോറ്റില്ലമാണ്. 100% മുജാഹിദികളുള്ളൊരു മഹല്ല്. ആ പ്രദേശത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനായ TP അബ്ദുൽ കോയ മദനി പറയുന്നു, നമ്മുടെ പ്രവർത്തകന്മാർ തൂക്കപാത്രവുമായി മന്ത്രിച്ച വെള്ളത്തിൽ നടക്കുകയാണ്. ഞാനല്ല പറയുന്നത്, ഞാൻ പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കണ്ട. TP അബ്ദുൽ കോയ മദനി അപ്പുറത്തുള്ള സംസ്ഥാന പ്രസിഡന്റ്, നേരത്തെ കേട്ടത് സംസ്ഥാന ട്രഷററാ, അതിനേക്കാൾ യോഗ്യതയുള്ള പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ TP പറയാ, മുജാഹിദ് പ്രവർത്തകന്മാർ തൂക്കപാത്രവും എടുത്ത് മന്ത്രിച്ച വെള്ളത്തിന് നടക്കുന്നു. അങ്ങനെ ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പരിചയമുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം അത് അംഗീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഗതി പ്രസ്ഥാനത്തിൽ ഉണ്ടാവോ എന്നൊക്കെ നമ്മൾ സംശയിച്ചേക്കും. പക്ഷെ ഉണ്ട് എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് അനുഭവം തീർന്നില്ല. പുളിക്കൽ നടന്ന സംഭവം എന്താ? ജിന്നുബാധയുടെ പേരിൽ അതിന് ചികിത്സയുടെ ഭാഗമായി ഒരു ചെറുപ്പക്കാരനെ ആദ്യം ഖുർആൻ ചികിത്സ എന്ന പേരിൽ ഖുർആൻ കാസറ്റിലാക്കിയിട്ട് ചെവിയിൽ വെച്ച് കൊടുക്കുക, CD-യിലാക്കിയിട്ട് CD പ്ലെയർ ഇട്ടിട്ട് ചെവിയിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ കുറെ ഓത്ത് പരിപാടിയൊക്കെ നടത്തി. ഇതൊന്നും ഫലല്ല. അവസാനം രാത്രി പാതിരാ സമയത്ത് കയ്യും കാലും കെട്ടിയിട്ട് അതിക്രൂരമായി അടിച്ചു, മൃഗീയമായി അടിച്ചു. ബഹളം കേട്ട് അടുത്ത വീട്ടുകാരനായ ബന്ധു ഓടി വന്നപ്പോ ഈ പൂജാരികൾ, ഈ ചികിത്സാരികൾ ഓടി രക്ഷപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ ഈ പയ്യനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റും. ഇതെവിടെയാ? പുളിക്കൽ മഹല്ലിൽ. പുളിക്കൽ തന്നെ എവിടെയാ? ഏതെങ്കിലും പാമരന്മാരുടെ കുടുംബത്തിലല്ല, അവിടുത്തെ പണ്ഡിത തറവാട്ടിൽ. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവായിരുന്ന PP ഉണ്ണിമോയിൻകുട്ടി മൗലവിയുടെ കുടുംബത്തിൽ, ഉത്തരവാദപ്പെട്ട കുടുംബത്തിൽ. ഇന്നും അത് പണ്ഡിത ശൃംഖലയാണ് ആ കുടുംബം. ഒരുപാട് പണ്ഡിതന്മാർ ഇപ്പോഴുണ്ട്, പലരും മരണപ്പെട്ടു പോയി. PP അബ്ദുൽ ഗഫൂർ മൗലവി, PP ഹസൻ മദനിയൊക്കെ അതിൽ മരണപ്പെട്ടു പോയതാ. അങ്ങനെയുള്ള ആ പണ്ഡിതന്മാരുടെ തറവാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, അവന് എന്തോ മാനസിക അസ്വസ്ഥ ഉണ്ടായി, എത്ര ഉള്ളൂ. അത് ജിന്നുബാധയാണ് എന്ന് വിധി എഴുതി അവന് ചികിത്സ നിർണയിച്ചു. ആ ചികിത്സ എന്താ? അടി ചികിത്സ. ഇത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ആദ്യ വാരത്തിലെങ്ങാണ്ടാണ് ഈ വിഷയം നടക്കുന്നത്. ഞങ്ങള് മെയ് അവസാന വാരം പുളിക്കലിൽ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഈ വിഷയത്തിനെതിരെ. അത് സംസാരിച്ചു. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ കുടുംബമടക്കമുള്ള അവിടെയുള്ള അപ്പുറത്തിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറഞ്ഞു, അത് മടവൂരികൾ, കരിമ്പലാക്കലിനെ പോലെയുള്ള ആളുകൾ കളവ് പറഞ്ഞതാണ്, അങ്ങനെ സംഭവം തന്നെ ഇല്ല, ശരിയല്ല, വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പേരിൽ വീണ്ടും കളവ് ആരംഭിച്ചു. ഇപ്പോ ബഹുമാനായ TP പറയുന്നു, ആ പുളിക്കലിൽ അടിച്ചിറക്കി. TP അടിച്ചിറക്കി എന്ന് പറഞ്ഞുള്ളൂ. അബ്ദുറഹ്മാൻ സലഫി ആണെങ്കിലോ ആ അടിയുടെ മുമ്പുള്ള മുഴുവൻ ചികിത്സകളും കൃത്യമായി പൂർണ്ണമായി ഉറക്കെ പറഞ്ഞു. TP പറയുന്ന കണ്ണൂരിൽ നിന്നാണെങ്കിൽ അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് തൃശ്ശൂരിൽ നിന്നാണ് മാത്രം. ആദ്യം TP പറയുന്നത് കേട്ടു നോക്കാം, നമുക്കറിയാലോ. കൂക്കിയിരുന്നാളാണ് എന്റെ ബാപ്പ തെരീക്കത്തിണ്ടായിരുന്നു. എന്റെ വീട്ടിൽ ഹോമം നടത്തുമ്പോൾ കോയിനെ പിടിച്ചു കൊടുത്ത് ഞാനാണ് തെരീക്കത്തിലുണ്ട്. ഇങ്ങനെ
പ്രസ്ഥാനത്തിന് ഇതിൽക്കൊണ്ട് വന്ന് എന്നിട്ട് ഇതിനൊക്കെ തെളിവും പറഞ്ഞ് ഞങ്ങൾ രണ്ടാമതായി എന്താ എവിടേക്കാണ് ഇതിൽ നമുക്ക് മറിച്ചൊക്കെ ഇങ്ങനൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ആരും പറഞ്ഞില്ല. എന്തുകൊണ്ട് ഇത് ചർച്ചയായി? ചിന്തിക്കേണ്ട അവിടെയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, മറ്റാളും പറഞ്ഞിട്ടില്ല, ഇയാളും പറഞ്ഞില്ല, പിന്നെ എങ്ങനെ പറഞ്ഞില്ല? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇത് പറയാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? മുജാഹിദ് പ്രസ്ഥാനത്തിൽ എങ്ങനെ ചർച്ചയുണ്ടായി? എങ്ങനെ ഇത് വിവാദമായി? നമ്മൾ പേടിച്ച് നിൽക്കുക. എന്താണ് ഈ കേൾക്കുന്നത്? അതിന് കാരണക്കാരായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരായാലും, ഈ ഭാഗത്തായാലും ആ ഭാഗത്തായാലും ഇതിന് കാരണക്കാരായ ആളാണ് അള്ളാഹുവിന്റെ തൗഹീദിന്റെ ഈ പ്രബോധനം ദഅവത്ത് അത് നിർവഹിക്കുന്നതിന് വിഘാതമായി ജിന്നും ശൈത്താനും പറഞ്ഞിട്ട് ഉള്ള വില പിടിച്ച സമയം പോവുകയും എന്നിട്ട് നമ്മൾ ഈ തൂക്കപാത്രം കൊടുത്തിട്ട് മന്ത്രിക്കാൻ നടക്കുകയും ഈ ചികിത്സിക്കാൻ നടക്കുകയും അടിച്ചിറക്കുകയും. നിങ്ങൾ അറിയോ, മഹാനായ പി ഉണ്ണിമഞ്ഞുകുട്ടി മൗലവി റഹ്മുല്ല, അദ്ദേഹം ജമിയത്തുൽ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. നരിക്കുത്ത് മുഹമ്മദ് മൗലവി വളരെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ MCC അബ്ദുറഹിമാൻ മൗലവി ഇതിന്റെ സെക്രട്ടറിയായ ജനറൽ സെക്രട്ടറി ആയിരുന്ന MCC, അവരുടെ കൂടെയാണ് ഞങ്ങൾ ഈ ഖുറാഫാത്തുമായിട്ട് വന്നിട്ടാണ് കയറി ചെന്നത്. ആ നാട്ടിൽ 100% മുജാഹിദുകളായ ആ പ്രദേശത്ത് അടിച്ചിറക്കിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, അടിച്ചിറക്കലും ബഹളവും കുലുമാലും നായാട്ടൊക്കെ കൂടി ഉണ്ടായി. അതിനെ എന്നിട്ട് നമ്മളെ പരീക്ഷിക്കാൻ മറ്റൊരു വന്നിട്ടുണ്ട്, മറ്റൊരു പറ്റും. ഈ വരവെക്കോ ആരും വരില്ല എന്താ അതിന് കാരണമായതാര് എന്ന് ചിന്തിക്കണ്ടേ? നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരെ ലഭിക്കുന്ന സംഘടനയുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും അത് ഉപയോഗപ്പെടുത്തിയെന്ന് രീതിയിൽ നിർവഹിക്കുക. TP പറഞ്ഞ നമ്മൾ കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞാ പിന്നെ നമ്മളെ കുറ്റവിമുക്തമാക്കിക്കൂടെ? നമ്മള് അലിമദനിയും കരിമ്പുലാക്കലും അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് കുറച്ച് കളവ് പറഞ്ഞുണ്ടാക്കിയതാണ് എന്നാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ നമ്മളെക്കാൾ ശക്തമായി ഇപ്പോൾ TP അബ്ദുൽ മദനി ആ വിഷയം പറയുന്നു. പുളിക്കൽ പ്രദേശത്ത് പണ്ഡിത കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനെ അടിച്ചികിത്സയ്ക്ക് വിധേയമാക്കി. എന്തിന്റെ പേരിൽ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന അന്ധവിശ്വാസങ്ങളിലൂടെ. TP ഇത്രേ പറഞ്ഞുള്ളൂ, അടി മാത്രം. അതിന് മുമ്പുള്ള ചികിത്സ കൂടി പറയുന്നുണ്ട് നമ്മൾ അബ്ദുറഹ്മാൻ സലഫി. കൂടെ അവരുടെ കൂടെയുള്ള ഒരു ഡോക്ടറുടെ പ്രത്യേക ചികിത്സാ രീതിയും പറയുന്നുണ്ട്. സലഫി പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാടായ ഒരു പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ നേരത്തെ രോഗിയാണ്, മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ പുതുതായിട്ട് പറഞ്ഞ പോലെ ചില ആൾക്കാർ പറഞ്ഞു മരുന്നൊന്നും ഉപയോഗിക്കേണ്ട, നിർത്തിയിട്ട് നമുക്കൊന്ന് റുഖിയ നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഗുളിക കൊടുക്കൽ നിർത്തി. പിന്നെ ഇങ്ങനെ ചെവി കൂടി ഇങ്ങനെ റുഖിയ നടത്തി കൊടുത്തു. അവിടെ മറ്റേ എന്താ CD പ്ലെയറിൽ ഒരു CD ഇട്ട് അത് പിന്നെ ചെവിയിൽ പിന്നെ ഇയർഫോണും വെച്ച് കൊടുത്ത്. അങ്ങനെ 2 ദിവസം ആയപ്പോഴേക്ക് ഇങ്ങനെ വയലന്റ് ആയി തുടങ്ങി. പിന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടിയിരുന്നു. അതേപോലെ തന്നെ 3 ദിവസമായപ്പോഴത്തേന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വന്ന് അവസാനം പിന്നെ ആ രോഗിയുടെ ശരീരത്തിൽ ചില പാടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയൊന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ കേട്ട ആ വിവരം ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത് ഞങ്ങൾ അടിച്ചിട്ടൊന്നുമില്ല, ഇങ്ങോട്ട് അടിച്ചപ്പോൾ ഞങ്ങൾ തടുത്തിട്ടുള്ളൂ എന്നാണ് എന്നോട് നേരിട്ട് പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുന്നു. പക്ഷെ ഇങ്ങോട്ട് അടിച്ചതാണെങ്കിലും ശരീരത്തിൽ പാടുകളുള്ളത് അവിടെ കിടന്ന അടയാളമാണ് എന്ന് മാത്രം വിശ്വസിക്കാവതല്ല എന്ന് പറയുന്നു. എന്തോ ആകട്ടെ, ഈ കുട്ടി അവസാനം മുമ്പേ ചികിത്സിച്ചിരുന്ന ഡോക്ടറുടെ അടുക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. ഡോക്ടർ ചികിത്സിച്ചു. ഇനി മേലിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. ഏതായിരുന്നാലും ശരി, ഈ ഒരു അവസ്ഥ മുമ്പേയും മരുന്ന് ഉപയോഗിച്ച ഒരു കുട്ടിയെ കൊണ്ട് മരുന്ന് നിർത്തിച്ച് അവസാനം വയലന്റായി പിന്നെ മരുന്ന് കഴിപ്പിക്കേണ്ട അവസ്ഥ. ഇങ്ങനത്തെ ഒരു റുഖിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാട് ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. എനിക്കറിയാം, എറണാകുളത്തുള്ള ഒരു ഡോക്ടർ, അയാള് വടിയെടുത്ത് സൂട്ട് കേസിൽ പ്രാക്ടീസിന് സ്റ്റെതസ്കോപ്പും മറ്റുപകരണങ്ങളും കൊണ്ടു നടക്കുന്നത് പോലെ ഒരു വളഞ്ഞ ട്യൂബും അതേപോലെ തന്നെ ഒരു ഗ്ലൗസും അതേപോലെ തന്നെ ഒരു ചെറിയ വടിയൊക്കെ വെച്ചിട്ട് നടക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് മുജാഹിദീങ്ങളുടെ അടുക്കലേക്കാണ്, മുജാഹിദീങ്ങളാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇദ്ദേഹം ചില ബാങ്കോ ഓത്തോ ചൊല്ലലോ പറയലോ ഒക്കെ നടത്തുമ്പോൾ ഇളക്കം തുടങ്ങുമ്പോൾ കയ്യിന്റെ വിരൽ നൂലുകൊണ്ട് കെട്ടുക, കാലിന്റെ വിരൽ നൂലുകൊണ്ട് കെട്ടുക. ഇത്
ബന്ധിക്കുന്നത് എന്തിനാ? ജിന്ന് കയറിയതാണ്. അത് ജിന്ന് ഇറങ്ങിപ്പോവാതിരിക്കാനാണ് കെട്ടുന്നത്. ഉള്ളിലിട്ടിട്ടൊന്ന് മെരുക്കി ശരിയാക്കിയിട്ട് എന്നിട്ട് അവസാനം ഈ ജിന്നിനോട് മൂപ്പരൊരു സംഭാഷണം നടത്തും. അതിൽ ചിലപ്പോൾ മുസ്ലിമാകും ജിന്ന്. അപ്പം മുസ്ലിമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുണ്ട് മുസ്ലിം ജിന്ന് ആണ്ട് പുറത്ത് പറഞ്ഞു കേട്ട് പുറത്തു പോകുമല്ലോ ഉപദ്രവിക്കാതെ. അല്ലെങ്കിൽ ഒന്നുകൂടി പീഡിപ്പിച്ച് ശരീരത്തിലിട്ട് കരിച്ച് കളഞ്ഞിട്ട് വേണം ജിന്നിനെ പുറത്താക്കാൻ. എവിടുന്നാണ് ഈ വിശ്വാസം വന്നത്? ഇത് അള്ളാഹ് പറഞ്ഞതല്ല, റസൂല് പറഞ്ഞതല്ല. ഇങ്ങനെ ഒരു ചികിത്സാ രീതി അള്ളാഹും റസൂലും പറഞ്ഞിട്ടുമില്ല. നേരെ മറിച്ച് ഇത് പണ്ട് ഈ കേരളക്കരയിൽ ഉണ്ടായത് ഇസ്ലാഹി പ്രസ്ഥാനം മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ടതാണിത്. ഇതാണ് നമ്മുടെ സമൂഹത്തിലേക്ക് പതുക്കെ പതുക്കെ എവിടെ നിന്നൊക്കെയോ കയറി വരാൻ തുടങ്ങും. ഞാൻ പറഞ്ഞു വന്നത്, ഈ അടിചികിത്സയുടെ പൂർണ്ണമായ രൂപമാണ് അബ്ദുറഹ്മാൻ സലഫി ശ്രദ്ധയിൽപ്പെടുത്തിയത്. അബ്ദുറഹ്മാൻ സലഫി എന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല, അവരുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. നമുക്ക് അദ്ദേഹത്തോട് സംഘടനാപരമായ ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഐക്യശ്രമങ്ങളിലൊക്കെ എതിർത്ത് നിൽക്കുന്ന ആളാടി എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിലും ഈ വിഷയം പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ കൂടെയുള്ള ഡോക്ടർ, അയാളുടെ പണി ജിന്ന് അടിക്കലും ഇറക്കലും പരിപാടിയൊക്കെയാണ്. അതിനു വേണ്ടിയുള്ള പ്രത്യേക ഉപകരണങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ? സൈക്കിൾ ട്യൂബോ വടിയോ ഗ്ലൗസോ. അയാൾക്ക് MBBS കിട്ടിയത് സൈക്കിൾ ഷാപ്പിൽ നിന്നാണെന്ന് തോന്നിപ്പോകും. ആ കോലത്തിനാണ് അയാളുടെ പരിപാടി. മാത്രമല്ല അതിന്റെ തമാശ എന്താണെന്നറിയോ? ജിന്നിനെ അടിക്കുമ്പോൾ തന്നെ, ജിന്ന് കൂടിയാന്നെന്താ പറഞ്ഞാൽ ഈ സാധുവിനെ അടിക്കുമ്പോൾ കയ്യിന്റെ വിരലിനൊക്കെ ഓരോ നൂലിങ്ങനെ കെട്ടിവെക്കുന്നതാണ്. എന്തിനാ നൂല്? ജിന്ന് പെട്ടെന്ന് പുറത്ത് ചാടാതിരിക്കാൻ അതിനെ കെട്ടിയിട്ടുള്ള പരിപാടിയാണത്. ഭയങ്കര വടിയൊക്കെ എടുത്ത് അടിച്ചിട്ട് പുറത്തിറക്കേണ്ട സൈസിനെ അത് ഇറങ്ങുമ്പോ തന്നെ ചെറിയ നൂലിങ്ങനെ കെട്ടിവെച്ചാ അവിടെ കുടുങ്ങി. ആനയെ വാങ്ങാൻ പോയിട്ട് കുഴിയാനയെ കിട്ടിയ ടീം. അതാ സംഗതി. എന്താണ് ഈ ജിന്ന്? ഇവര് വിചാരിക്കുന്നത് ഇതിങ്ങനെ മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തിങ്ങനെ കയറി നിന്ന് 2 അടി ഇവന്റെ ശരീരത്തിന് കിട്ടിയാൽ മൂപ്പരങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. എവിടെ നിന്നാണ് ഈ വിഷയം കിട്ടിയത്? എവിടെ നിന്ന് കിട്ടിയതാണ്? ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ കയറി കൂടും എന്ന് എവിടെ നിന്ന് കിട്ടിയതാണ്? അത് കയറുന്ന കാര്യം ഇൻഷാ അല്ലാഹ് അവർ പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. പിന്നെ ചികിത്സയുടെ ഭാഗമായി അടിയും വടിയും ഗ്ലൗസും പരിപാടിയൊക്കെ ആയിട്ട് അതിന് കുറച്ച് ഡോക്ടർമാർ. അതിലൊരു ഡോക്ടർ എറണാകുളത്തുണ്ട്. അയാൾ എറണാകുളത്താണെങ്കിലും ഇവർക്കിടയിൽ ശക്തമായി സ്വാധീനമുള്ള, ഇവരെ ഈ വിഷയം പഠിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ നാട്ടുകാർക്ക് പരിചയമില്ലെങ്കിൽ അത് ആ ഒരു നഷ്ടം ഉണ്ടാവരുതല്ലോ. ആ നിലക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ ഒന്ന് നമുക്ക് വേദിയിൽ കാണിക്കാം. അയാൾ അവിടെ ഇരിക്കുകയാണ്. ഞാനിപ്പോ ആ ഡെസ്ക് വലിട്ട് ആ ജിന്നല്ലേ അവിടെ കുടുങ്ങിപ്പോലെ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ഇന്നിപ്പോ ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഇപ്പൊ ആ ജിന്ന അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് അയാളെ ഞാൻ കാണുന്നില്ലല്ലോ. ഞാനിപ്പോ ഈ ഡെസ്ക് അങ്ങ് നീക്കിട്ട് അവനോട് കൊടുക്കുമല്ലോ, അവനോട് പ്രതികരിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതാണ്. ഇപ്പോ വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം ചോദിച്ചാൽ എന്തിനാ എൻ്റെ മേത്ത് മീനിന്റെ വെള്ളം ഒഴിച്ചെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അവിടെ ജിന്ന് നിൽക്കുന്ന സ്ത്രീക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇവര് തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പറയേണ്ടത് അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക. ആ സമയത്തൊക്കെ ഈ ജിന്നുകളുടെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പൊ ഇവര് നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർ കരുതില്ല. ഇപ്പോൾ നമ്മുടെ ദേഹത്തിൽ ഒരാൾ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറയുന്നതാ. സ്ത്രീ എന്ന് നേരെ പോയി മൂത്രമൊഴിച്ച് ജിന്ന് കിടന്നു അതിനെ വേഗത്തെ മൂത്രമൊഴിച്ചു. ജിന്നുകൾക്ക് മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള വല്ല കഴിവുണ്ടായിരുന്നെങ്കിൽ ഇയാളെ തല വെട്ടിയിട്ടുണ്ടാവും. എന്താണ് സുഹൃത്തുക്കളെ, ജിന്നുകളും ഒരു പ്രത്യേക വർഗമല്ല, അവർക്കും സംസ്കാരവും ധാർമ്മികതയൊക്കെ അല്ലേ. ജിന്നുകൾ കിടന്നോ അങ്ങനെ ബാത്റൂമിലാണ്, ടോയ്ലറ്റിലാണ്. എന്താണ് സുഹൃത്തുക്കളെ ഇതൊക്കെ? എങ്ങനെ, ഏത് ബുദ്ധിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാം? ജിന്ന് കിടന്നുറങ്ങല് ടോയ്ലറ്റിലാണ്, ആരെയും ചെന്ന് മൂത്രവിച്ചാറും ശരീരത്തിൽ കയറും. ഇത് സ്ഥാപിക്കുവാൻ വേണ്ടി ഇവർ കുറെ ഹദീസും ആയത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഓരോ ഭാഗവും ശ്രദ്ധപ്പെടുത്തി തരാം. മാത്രമല്ല ഈ ജിന്നിന്റെ പ്രത്യേകതയോ, നമ്മൾ മേശന്റെ വലിപ്പങ്ങ് അടച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോവും. അത്ര വളരെ ചെറിയ നിസ്സാരമായ ജീവിയാണ്. ചുടുവെള്ളം ഒഴിച്ചാൽ പൊള്ളി പോവും. ഒരു മാങ്ങക്ക് കല്ലെറിഞ്ഞാൽ കല്ലുണ്ടാകുന്ന മുറിവാവും. അതേസമയത്ത് ഇവർ ജിന്നുകളെ കുറിച്ച് പറയുന്നതിന് ഭയങ്കര കഴിവൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ വളരെ ദൂരെയുള്ള വലിയ കൊട്ടാരങ്ങളൊക്കെ, സിംഹാസനമൊക്കെ നൊടിയിട കൊണ്ട് എത്തിക്കുവാൻ മാത്രം കഴിവുള്ളവരാണ് എന്നൊക്കെ അതും പറയുന്നുണ്ട്. എല്ലാം നമ്മൾ കേൾക്കല്ലാതെ നിർവാഹമല്ല. പക്ഷേ നമ്മുടെ സങ്കടത്തിലുള്ളൂ ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരിലാണ് പറയുന്നതെന്നുള്ളതാണ്. വേറെന്തിൻ്റെങ്കിലും പേരിൽ ഇങ്ങനെയല്ല, ഇത് എന്ത് തോന്നിയ ദിവസം പറഞ്ഞില്ല, നമുക്ക് വിടാം, അത് അവരെ കാര്യമായിട്ട് വിടാം. പക്ഷേ ഇത് വിടാൻ പറ്റാത്തത് പ്രസ്ഥാനത്തിന്റെ പേരിൽ പറയുന്നതുകൊണ്ടാണ്.
ഇനി ഇവരുടെ ചികിത്സാ രീതികളെ കുറിച്ച് നമ്മുടെ മറ്റൊരു സുഹൃത്ത് നിഅമത്തുള്ള ഫാറൂഖി അടുത്ത ദിവസം അദ്ദേഹം ഈ പള്ളിയിൽ വന്ന് സംസാരിച്ചിരുന്നല്ലോ. അദ്ദേഹം ഇവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞത് നമുക്ക് കേൾക്കാലോ. കോഴിക്കോട് CD ടവറിൽ വെച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രഭാഷണത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കേട്ടോക്കാം. ഇറക്കുമ്പോ വയലന്റ് ആവും, അപ്പോലെ പിടിക്കാൻ വേണ്ടിയാ ഗ്ലൗസ് ഇട്ട് പിടിച്ചാൽ പിടുത്താവൂലേ? എവിടുന്ന കൈമാരങ്ങൾ വരുന്നുണ്ട്? ഗ്ലൗസ് ഇട്ട് പിടിച്ചാൽ പിടുത്താവൂലേ പെണ്ണിനെ? പെണ്ണുങ്ങളുടെ ഇളകും വയലന്റ് ആവും, അപ്പോലെ പിടിക്കേണ്ടി വരും. അപ്പൊ നമ്മളെ മേത്ത് തൊലിയും തമ്മിൽ തൊട്ടാക്കാം. ഗ്ലൗസ് മാണ്ടന്മാരെ, ആരെയും ഈ ഉത്ബുദ്ധരായ ജനതയെ നിങ്ങൾ കീഴെടുത്താൻ വേണ്ടി വരുന്നത്? എവിടുക്കാണ് കാര്യത്തിന്റെ പോക്ക്? ഈ ചികിത്സാ രീതിയെക്കുറിച്ച് നിഅമത്തുള്ള ഫാറൂഖിയാണ് വിശദീകരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ പക്ഷത്തല്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അവരൊക്കെ പറയുമ്പോ പിന്നെയും ഞങ്ങൾ കളവരെയാണ്. ഇപ്പൊ ഈ അടുത്തിറങ്ങിയിരിക്കുന്ന ഒരു മാസികയിൽ ഇവരെഴുതി, ഇതൊക്കെ മടവൂരികൾ പറഞ്ഞുണ്ടാക്കുന്ന ശുദ്ധ കളവുകളാണ്. ഞാൻ വായിച്ചു തരാൻ സമയമുണ്ടെങ്കിൽ. മടവൂരികൾ പറഞ്ഞുണ്ടാക്കുന്ന ശുദ്ധ കളവുകളാണ്. അങ്ങനെയാണെങ്കിൽ ആ കളവ് പറയുന്ന കൂട്ടത്തിലാണ് TP, AP, സലഫി, MM മദനി അങ്ങനെ തുടങ്ങിയുള്ള ആൾക്കാരൊക്കെ കൂട്ടത്തിലെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ തയ്യാറുണ്ടോ? അങ്ങനെയും ചിലടത്ത് പറയുന്നുണ്ട്. AP യോടും TP യോടും ഒക്കെ പരലോകം കാത്തോളൂ എന്ന് ഈ അടുത്ത ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ള അതിന്റെ CD ഇറങ്ങുമ്പോൾ നമ്മൾ കേൾപ്പിച്ചുതരാം. ഇറങ്ങും ഇൻഷാ അല്ലാഹ്. അപ്പോ ഇങ്ങനെ ഇത് അവരുടെ പദ്ധതിയാക്കി മാറ്റിയതാണ്. ഈ രൂപത്തില് ഇത് വിശ്വാസ രംഗത്ത്, ആദർശ രംഗം ഞാൻ സൂചിപ്പിച്ചെന്താ, ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറുമെന്നാണ് അവർ പറഞ്ഞത്. എങ്ങനെയാ കയറാന്ന് പറയുന്നില്ല, പക്ഷെ കയറുമെന്നതിന് തെളിവ് ഖുർആനിന്റെ ആയത്താണ്. നമുക്കറിയാം സൂറത്തുൻ നാസ് മനുഷ്യ മനസ്സുകളിൽ ദുർമന്ത്രങ്ങൾ നടത്തുന്ന പൈശാചിക സ്വഭാവമുള്ള മനുഷ്യരെയും ജിന്നുകളെയും കുറിച്ച് പറയുന്ന ഒരു അധ്യായം. ആ അധ്യായത്തിൽ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് എന്ന ആയത്ത് മാത്രം എടുത്തിട്ട് ഇവരുടെ പണ്ഡിതൻ സക്കരിയ സുലാഹി വിശദീകരിക്കുന്നു. എന്താ പറയുന്നത്? യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യന്റെ മനസ്സുകൾ ദുർമന്ത്രങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ദുർമന്ത്രങ്ങൾ നടത്തണമെങ്കിൽ അകത്തേക്ക് കയറാതെ പറ്റുമോ? അപ്പോ അകത്തേക്ക് കയറും. തെളിവ് ആയത്താണ്. ആ ആയത്തിന്റെ അപ്പുറം ഓതുന്ന ആർക്കും മനസ്സിലാവും ഇത് മഹാശുദ്ധ തട്ടിപ്പാണെന്നുള്ളത്. ഏതായിരുന്നാലും ജിന്ന് മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തേക്ക് കയറും എന്നതിന് ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് കട്ടുമുറിച്ച് സംസാരിക്കുന്നത് സക്കരിയ സുലാഹിയിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. കണ്ടോ, നമുക്കാർക്കും കീഴടങ്ങിയില്ല. നമ്മളെ ഓടിച്ച് ചെയ്താനുണ്ട്. അവൻ ശരീരത്തിൽ കിടക്കൂലെങ്കിൽ സദർ എവിടെ? മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നു. മടവൂരിയുടെ ദുർമന്ത്രമൊക്കെ രണ്ടടിപ്പുറത്ത് പോസ്റ്റ് ചെയ്യല. അവിടെ നിൽക്കേ മറിഞ്ഞ് ഒരു ദുർമന്ത്രം, സുന്നമേ അവിടെ നിൽക്ക് ഒരു ദുർമന്ത്രം, ഇങ്ങനെ വിടില്ല തന്നെ. ഉളുപ്പുണ്ടോ ശരീരത്തിൽ കടക്കൂലാരെ? ശൈലി അദ്ദേഹത്തിൻ്റെതാണ്. അത് ആർക്കും അനുകരിക്കാൻ കഴിയില്ല. കാരണം അതിന്റെ ജീന് വേറെ, അതിന് നിർവാഹമല്ല. ശൈലി നമുക്ക് വിടാം. എന്താണ്? ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ കയറിയിട്ടാണ് ദുർമന്ത്രങ്ങൾ നടത്തുക. തെളിവ് യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. അതിന്റെ അടുത്ത ആയത്ത് എന്താ? മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യ മനസ്സുകളിൽ ദുർമന്ത്രങ്ങൾ നടത്തുന്നവർ ജിന്നുവർഗത്തിലുമുണ്ട് മനുഷ്യവർഗത്തിലുമുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പൈശാചിക സ്വഭാവമുള്ള ആളുകൾ മനുഷ്യരിലുമുണ്ട് ജിന്നുകളിലുമുണ്ട്. അവരിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുവാനാണ് ആയത്ത് പഠിപ്പിച്ചത്, സൂറത്ത് പഠിപ്പിച്ചത്. അപ്പോ മനുഷ്യരെ വഴിപഴിപ്പിക്കുന്നവർ മനുഷ്യരിലുമുണ്ട് ജിന്നുകളിലുമുണ്ട്. അതില് ജിന്നുകളെ കുറിച്ച് മാത്രം പറയുകയും ആ ജിന്നുകൾ മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തേക്ക് കയറിയിട്ടാണ് ദുർമന്ത്രങ്ങൾ നടത്തുന്നത് എന്ന് വരുത്തി തീർക്കുകയുമാണ് ഇയാൾ ചെയ്തത്. അങ്ങനെയെങ്കിൽ മനുഷ്യരായ പൈശാചിക സ്വഭാവമുള്ള ആളുകൾ എങ്ങനെയാണ് ദുർമന്ത്രം നടത്തുന്നത്? അവരകത്ത് കയറിയിട്ടാ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സക്കരിയ സുലാഹി എത്ര ആളകത്ത് കയറിയിട്ടുണ്ടാവും? ശുദ്ധ തൗഹീദിന് വേണ്ടി നിലകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചിരിക്കുന്ന എത്രയോ സാധാരണ പ്രവർത്തകന്മാരെ ആ യഥാർത്ഥ വിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിലേക്ക് കഴിഞ്ഞ 5-8 വർഷമായി സക്കരിയ സുലാഹി നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ ദുർമന്ത്രങ്ങൾ നടത്തിയിട്ട് തന്നെയാണ് ചെയ്തത്. അതിനുവേണ്ടി കോളേജൊക്കെ ലീവ് എടുത്ത് 4-5 കൊല്ലമായി നടക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ഭാര്യമാരെയും കുട്ടികളെയൊക്കെ പോറ്റാൻ വരുമാനം വേറുള്ള കൊടുക്കുന്നുണ്ട്. കുവൈത്തിലൊക്കെ ഏജന്റുകളോട് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ നിന്നാണ് സാധനം ഇറക്കി തുടങ്ങിയത്. അതുകൊണ്ട് അവിടെ തന്നെ അതിനുള്ള സാമ്പത്തിക ശേഷിയും വരും. എല്ലാ സൗകര്യവും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട്
ഇവിടെ കോളേജൊക്കെ ലീവ് എടുത്ത് രാവും പകലും വ്യത്യാസമില്ലാതെ നാട് നീളെ ഓടി നടന്ന് ഈ വിഷയങ്ങളിൽ ആളുകൾക്കിടയിൽ മെല്ലെ ഇങ്ങനെ മന്ത്രിച്ച് വിഷയം പഠിപ്പിച്ചു കൊടുക്കണം. അന്ധവിശ്വാസം. അപ്പോ അങ്ങനെ എത്രയോ ആളുകളെ തൗഹീദിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന സക്കരിയ സുലാഹി എത്ര ആളുകളുടെ അകത്ത് കയറിയിരിക്കും? അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അകത്ത് കയറിയാൽ ഇറക്കേണ്ടത് അടിച്ചിട്ടാണോ ഇടിച്ചിട്ടാണോ? അവിടെ പറയണ്ടേ ജിന്നാവുമ്പോ അടിച്ചിട്ട് ഇറക്കാന്നാണ്. അപ്പൊ മനുഷ്യൻ കയറിയാലോ? ഇത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും, ഖുർആൻ അറിയുന്നവർക്ക് മനസ്സിലാകും. അത് രണ്ടും അറിയരുത് എന്നർത്ഥം ഇവർ നിൽക്കുന്നത്. ഇനി ഈ ജിന്നു വർഗം എന്നത് നമുക്ക് കാണാനോ നമുക്ക് ബന്ധപ്പെടുവാനോ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു ടീമാണ് എന്ന് നേരത്തെ ഇവിടെ സംസാരിച്ച അബ്ദുറഹ്മാൻ സലഫി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ജിന്നുകൾ അവർ നമ്മൾ ഇങ്ങോട്ട് കാണുമെങ്കിലും നമ്മൾ അങ്ങോട്ട് കാണുകയില്ല. നമുക്ക് അവർ പ്രാപ്യരല്ല. അതുകൊണ്ട് തന്നെ അവർ അഭൗതികമായ ലോകത്താണ്, അദൃശ്യമായ ലോകത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ അതുപോലെ സംസാരിക്കുന്ന പണ്ഡിതന്മാർക്ക് അവർക്ക് വിവരമില്ല, അവർക്ക് അറിവില്ല എന്ന നിലക്ക് അതിനോട് പ്രതികരിക്കുന്നത് നേരത്തെ ഇവിടെ സംസാരിച്ചിരിക്കുന്നത് സക്കരിയ സുലാഹിയാണ്. ഒന്ന് കണ്ടുനോക്കൂ. സംബന്ധിച്ചിടത്തോളം അദൃശ്യ ജീവിയാണ്, അഭൗതിക ജീവിയാണ്. വിശുദ്ധ ഖുർആനിന്റെ നസ്സിൽ നിന്ന് അങ്ങനെയാണ് പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കിയതും തത്വതയിൽ ഉറച്ചു ലഭിച്ചിട്ടുള്ളതും. അതെ, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ കഴിയില്ല ആ ഇബ്ലീസിനെയും അവന്റെ ആളുകളെയും, എന്നാൽ അവർ നിങ്ങളെ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ കഴിയാത്ത വ്യക്തികളാണ്. അതാണ് അദൃശ്യമായ ജീവി, അഭൗതികമായ ജീവി എന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നുകൾ അദൃശ്യമാണ്. നമ്മെ സംബന്ധിച്ച് അദൃശ്യമായ ലോകമാണ് ജിന്നുകളുടെ ലോകമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാൾക്ക് അഭൗതികം എന്ന് തിരിഞ്ഞിട്ടില്ല, എന്താ മറിഞ്ഞത് എന്താ ഗൈബ് എന്ന് ഇയാൾക്ക് തിരിഞ്ഞിട്ടില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം മറിഞ്ഞതല്ല, കണ്ണ് കാണാത്ത ഒക്കെ മറിഞ്ഞതാ, ഗൈബാണ്. പിശാചിനെ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ പിശാച് നമുക്ക് വരുത്തുന്ന ഉപദ്രവം അഭൗതികമായ ഉപദ്രവമല്ല. അപ്പോ പിശാചിന്റെ പ്രവർത്തനങ്ങൾ അബ്ദുറഹ്മാൻ സലഫിയുടെ വാദപ്രകാരം അത് അഭൗതികമാണ്, അദൃശ്യമാണ്, നമുക്ക് പ്രാപ്യമല്ല. എന്നാൽ സക്കരിയ സുലാഹി പറയുന്നത് അഭൗതികവും അദൃശ്യവും ഇങ്ങനത്തെ ആൾക്കാർക്ക് തിരിഞ്ഞിട്ടില്ല എന്നാണ്. പിശാചിന്റെ പ്രവർത്തനം ഭൗതികം തന്നെയാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അത് ഒന്നുകൂടി അദ്ദേഹം നേരത്തെ പ്രസംഗിച്ചത് വേറൊരു രൂപത്തിൽ നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയും. അദ്ദേഹം സംസാരിക്കുന്നത് അല്ല, ജിന്നുകളെ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രകൃതിയോട് യോജിച്ചാണ്. നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം, പക്ഷെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. ഗൈബിയായ കാര്യം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതാണ്. ഒരു കാര്യകാരണ ബന്ധങ്ങൾ കൊണ്ട് യോജിപ്പിക്കാൻ കഴിയാത്തതിനാണ് ഗൈബ് എന്ന് പറയാ. ജിന്നുകൾ നമ്മളെ ഉപദ്രവിക്കുന്നത് അതിന് കാര്യകാരണ ബന്ധം. ജിന്നുകളുടെ പ്രവർത്തനങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലാണ്, അതുകൊണ്ട് നമ്മെ ഉപദ്രവിക്കുമെന്ന് പറയുന്നത് അത് ഭൗതികം തന്നെയാണ് എന്നാണ് ഇയാൾ സമർത്ഥിക്കുന്നത് ഇവിടെ. എന്നാൽ ഇതേ മനുഷ്യൻ സിഹിറിനെ കുറിച്ച് പറയുമ്പോ അതിനെക്കുറിച്ച് പറയുന്നത് അതിങ്ങനെ കത്തിക്കൊണ്ട് വെട്ടിയാൽ മുറിവാകുന്ന പോലെ, കുത്തിയാൽ മുറിവാകുന്ന പോലെയുള്ള പ്രവർത്തനമല്ല. കാരണം അത് പിശാചിനെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണ്, അത് അഭൗതികമാണ്. ഒരു ഭാഗത്ത് ഇത് ഭൗതികമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാണ് എന്ന് സമർത്ഥിക്കുന്ന അദ്ദേഹം തന്നെ മറ്റൊരു വിഷയം പറയുമ്പോ അഭൗതികമാണ്, അദൃശ്യമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് എന്നും അയാൾ തന്നെ പറയുന്നു. ഇയാൾ പറയുന്ന ഏതാണ് എപ്പോഴാണ് വിശ്വസിക്കേണ്ടത് എന്നിടത്ത് മാത്രമേ ഇനി പ്രശ്നമുള്ളൂ. ആ ഭാഗത്ത് കേട്ടോ. കത്തി കൊണ്ട് വെട്ടുന്നത് പോലെ അല്ലെങ്കിൽ വെടിവെച്ചാൽ തട്ടുന്നത് പോലെ ഭൗതികമായ ഒരു കാര്യം കൊണ്ടുള്ള ഉപദ്രവമല്ല സിഹിർ. സിഹിർ ശൈത്താൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. സിഹിറിനെ കുറിച്ച് ഇയാൾ പറയുന്നത് അത് അഭൗതികമാണ്, അദൃശ്യമാണ്. കാരണം ശൈത്താൻ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനമാണ്. സിഹിറിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് വിശദമായി പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഇത് സക്കരിയ സുലാഹി, പിന്നെ അതുപോലെ ഹാരിസ് ഇബ്നു സലീം, ഷംസുദ്ദീൻ പാലത്ത്, ഡോക്ടർ സുബൈർ, ജമാൽ ചെറുവാടി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ഈ അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് നമ്മളെ CP സലീമിനെ പോലെ, അനീഫ് കായ്ക്കൊടിയെ പോലെയുള്ള കുറച്ച് ആൾക്കാർ ഈ പണിയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ എന്തായെന്നറിയോ, നിഅമത്തുല്ലാ ഫാറൂഖി പറയാണ്, ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി അടുത്ത ദിവസം പറഞ്ഞത് 60 കൊല്ലം കൊണ്ട്
നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആദർശത്തെ വളരെ കുറഞ്ഞ അല്പകാലം കൊണ്ട് ഈ കുട്ടികൾ തകർത്തു. AP ഉദ്ധരിച്ചുകൊണ്ട് നിഅമത്തുള്ള ഫാറൂഖി സംസാരിക്കുകയാണ്. ആ ഭാഗം നമ്മൾ കേട്ടു. ഒരു സംശയമില്ല, മതം മിതമാണ്. യഹൂദികളെ പോലെ അതിനെ കുറക്കാനും നിൽക്കണ്ട, കൂട്ടാനും നിൽക്കണ്ട. നമുക്ക് പറ്റി അപകടം ഏതാണ്ട് മനസ്സിലായോ? അത് ഓരോ വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. ബിംബം പാലുടിച്ചത് മുതൽ കാറ്റ് ഇറക്കല്, അതിന് ക്ലിനിക്ക് തുടങ്ങിയ മനസ്സിലായോ? MBBS ഒക്കെ പാസ്സായിട്ട് MD ഒക്കെ എടുത്തിട്ട് ഇതിങ്ങനെ ഒരുപാട് അധ്വാനം. ഈ ജന്മത്തിൽ കഴിയും, ജന്മമില്ലേನು ഒന്നിക്കൽ സ്വർഗത്തിൽ നരകത്തിൽ, അങ്ങനെയല്ലേ? ഡോക്ടർ കേൾക്കുമ്പോഴത്തേക്ക് പരിശോധിക്കാൻ പൂതിയാല നിങ്ങൾ കുട്ടികളെ കൗൺസിലിംഗ് എന്നുള്ള പേരിൽ കൊണ്ടുപോയിട്ട് ഒരൊറ്റ തന്തിനാളി കൊണ്ടുപോയിട്ട് കൊടുക്കരുത് ഇവിടെ മുമ്പിൽ. ഇവിടെ കൗൺസിലിംഗ് ഇറങ്ങിയുള്ള ഈ ഏർപ്പാട് തച്ചർക്കലും ഇതുമായിട്ട് നടക്കുക. വളരെ ശ്രദ്ധിക്കുക. ഉത്ബുദ്ധരാണ് നമ്മൾ. AP അബ്ദുൽ ഖാദർ മൗലവി പണ്ട് പറയാറുണ്ട്, ശരാശരിയിൽ കുറഞ്ഞ ഒറ്റൊന്നും മുജാഹിദ് കൊടുത്തിട്ടുണ്ടാവില്ല, ശരാശരിക്ക് മേലെയാണ്. അദ്ദേഹം ഒരു 2 മാസം 3 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞമ്മത്തേ ഒന്ന് വാ, ഒന്ന് കാണിനി എല്ലാം പോയിട്ട് വെറുതെ വിളിച്ചതാണ്, ഇങ്ങനെ പറയും. അപ്പൊ നമുക്ക് ഇടങ്ങറാകുമ്പോൾ പോയോ. അപ്പൊ എന്നോട് അദ്ദേഹം പറയാ, നേമത്തുള്ളേ, ഞാൻ ഈ ചെങ്കരംകുളത്തുകാരൻ ഒരു ഖുറാഫിയായിരുന്നു. എന്റെ അസൽ നാട് ചെങ്കരംകുളത്ത്, എനിക്കറിയോ? ഞാൻ കൊടിയ ഖുറാഫിയായിരുന്നു. അന്ന് രാത്രിയാണ് കടക്കാൻ ഒരുങ്ങുമ്പോ ഒരു കൂക്കേക്ക് അയലൊക്കത്ത് നിന്ന്. അത് കേട്ട എന്റെ വല്യാത്ത കൂക്കും, അപ്പൊ എന്റെ അമ്മ കൂക്കും, പിന്നെ ആകെ ഒരു കൂക്കാ ചെയ്താൻ കൂക്കുന്ന അതിനെ കൊണ്ട് പറയും. വയസ്സായ ആൾക്കാർക്കൊക്കെ പറയും. ആ അവസാനം മാടി കൊടുക്കും. ആ ഒരു ഗോളിയോറാൻസിലെ സൈറ നിൽക്കണ ഇങ്ങനെ നിൽക്കലാണ്. അപ്പൊ അത് അദ്ദേഹം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. 60 കൊല്ലത്തെ നമ്മുടെ കഠിനാധ്വാനം അല്പകാലം കൊണ്ട് ഈ കുട്ടികൾ നശിപ്പിച്ചല്ലോ നിയമത്തുള്ളേ. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ തൗഹീദ് പ്രബോധന രംഗത്ത് പ്രവർത്തിച്ച വയോവൃദ്ധനായ ഒരു പണ്ഡിതന്റെ മനസ്സിന്റെ തേങ്ങലാണത് ഞാൻ ആക്കട്ടത്. ഇനിയിപ്പോ ഇതിനെ പ്രതിരോധിക്കാനുള്ള ആരോഗ്യമുണ്ടോ? ഇല്ലല്ലോ, വേദനിക്കാന്നല്ലാതെ. അപ്പോ ഉലുബ് വേണ്ട, മതത്തിൽ അതിര് വിട്ടുള്ള പ്രവർത്തനം വേണ്ട, അതിർത്തിയിൽ നിന്നാ മതി. അതിർത്തിന്റെ ഇപ്പുറത്തേക്കും പോകണ്ട, അതിർത്തി അങ്ങോട്ടും പോകണ്ട. ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത്, 10-60 കൊല്ലം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആദർശത്തെ അല്പകാലം കൊണ്ട് ഈ കുട്ടികൾ തകർത്തു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ സക്കരിയ സുലാഹി ഒരു കുട്ടിയാണ്, കുറെ കുട്ടികളുടെ വാപ്പയാണെങ്കിലും. ഷംസുദ്ദീൻ വേറൊരു കുട്ടിയാണ്, ഡോക്ടർ സുബൈർ ഒരു കുട്ടിയാണ്, ജമാൽ ഒരു കുട്ടിയാണ്, CP സലീം കുട്ടിയാണ്. അങ്ങനെ കുറെ കുട്ടികൾ കൂടി ഈ കുട്ടികളാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, AP TP അടക്കമുള്ള പാലത്ത് അടക്കമുള്ള പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട്, സംസ്ഥാന നേതാക്കന്മാര്, ശാഖാ നേതാക്കന്മാരടക്കമുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് സക്കരിയ സുലാഹി പറയുന്നത് ഒരൊറ്റ ഒന്നിന് ക്വാളിറ്റി ഇല്ലെന്നാണ്. കേവലം കുറെ ചപ്പും ചവറും കള്ളിത്തറിയും എല്ലാം കൂടി കൂട്ടിക്കോശം ഉണ്ടാക്കിയ ഒരു സാധനമാണ് കൂടെ നിൽക്കുന്നത് എന്നാണ് സക്കരിയ സുലാഹി പറയുന്നത്. ആ ഭാഗത്ത് കേട്ടോക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ, KNM-ന്റെ ISM-ന്റെ ഒക്കെ ആളുകൾ, അവരെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. കാരണം എന്താ അറിയോ? മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചിട്ടപ്പോ ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. പ്രത്യേകിച്ച് സംഘടന പിളർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, KNM-നെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ. എന്നാ ഒരാളെങ്കിലും ഉണ്ടാകട്ടോ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും KNM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ് എന്ന നിലക്ക് പിന്നെ മാനേജ്മെന്റ് കോട്ടയിൽ എത്തുകയാണ്. സംഘടനയിൽ മേഖലാ സെക്രട്ടറി ആവും, മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തേക്കൊക്കെ എത്തുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകള് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്നത് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കും എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇദ്ദേഹം സ്വന്തം പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാത്ത, വിവരമില്ലാത്ത, കേവലം ചപ്പുകളും ചവറുകളും കള്ളിത്തറികളും ഒക്കെയാണ് സംഘടനയിലുള്ളത്. ഞങ്ങൾ പറഞ്ഞല്ല, ഞങ്ങൾ അങ്ങനെ അപ്പുറത്തുള്ള ഒരാളെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല. സക്കരിയെ കുറിച്ച് വരെ അങ്ങനെ പറഞ്ഞില്ല. വിവരമില്ലാന്ന് ഞങ്ങൾ പറയില്ല, വിവരമൊക്കെ ഉണ്ട്. പക്ഷേ വിവരം ഏറിയ കുഴപ്പമാണോ എന്നുള്ള സംശയമുള്ളൂ. സ്വന്തം ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്.
അത് സംസ്ഥാന നേതാക്കന്മാര്, ജില്ലാ നേതാക്കന്മാര്, മേഖലാ നേതാക്കന്മാര്, ശാഖാ നേതാക്കന്മാരടക്കം. കാരണം പറഞ്ഞെന്താ, പ്രത്യേകിച്ച് സംഘടനയിൽ പ്രശ്നമുണ്ടായ സമയത്ത് ഒരു പ്രദേശത്ത് ഒരാളെ കിട്ടിയാൽ അയാൾ KNMന് അനുകൂലിക്കുന്നു എന്ന ഏക കാരണത്താൽ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കും. പിന്നെ അദ്ദേഹത്തെ യൂണിറ്റിന്റെയും മേഖലയുടെയും ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും ഒക്കെ നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അയാൾക്ക് വല്ല ക്വാളിറ്റി ഉണ്ടോ, വല്ല വിവരമുണ്ടോ, എന്തെങ്കിലും അറിയോ എന്നൊന്നും അന്വേഷിച്ചിട്ടില്ല. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ സക്കരിയ? പറയാനുള്ള കാരണമൊന്നുമില്ല. ഇയാൾ കൊണ്ടുവന്നിരിക്കുന്ന, ഇയാളെ പോലെയുള്ള ആളുകൾ കൊണ്ടുവന്നിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ അപ്പുറത്തുള്ളവരാണെങ്കിലും മുതിർന്ന പലരും അംഗീകരിച്ചില്ല. ചെറുപ്പക്കാർ അംഗീകരിച്ചിട്ടുണ്ട്, കുട്ടികൾ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ മുതിർന്നവർ അംഗീകരിച്ചില്ല. മുതിർന്നവർ അംഗീകരിക്കാത്തത് കൊണ്ട് ആ മുതിർന്നവരിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് സക്കരിയ സ്വലാഹി ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞത്.